ഓക്കെ. അപ്പൊ നമ്മൾ 1ഉം 2ഉം പാർട്ട് എല്ലാവരും കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നത്. അപ്പൊ അത് കാണാത്തവരൊന്ന് പോയിട്ട് കാണുക. അതിന്റെ കണ്ടിന്യൂഷൻ ആണ് നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത്. ആർക്കെങ്കിലും എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ഒന്ന് കമന്റിൽ എഴുതി ചോദിച്ചാൽ മതി. നമ്മൾ അതിന് റിപ്ലൈ തരുന്നതായിരിക്കും. ക്ലാഡിങ് ജസ്റ്റ് ഒന്ന് സൈസ് അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്കിതിനെ പിന്നെ മെറ്റീരിയൽ കാര്യങ്ങളൊക്കെ ഒന്ന് എൻസ്കേപ്പിൻ്റെ മെറ്റീരിയൽ കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്യുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ എൻസ്കേപ്പിൻ്റെ ടൂൾസ് എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ഇവിടെ എൻസ്കേപ്പ് മെറ്റീരിയൽ എഡിറ്റർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അത് സെലക്ട് ചെയ്യുക. ഏതെങ്കിലും ഒരു കോർണറിലോട്ട് മൂവ് വെച്ചിട്ട് നമ്മളെ സീനിലുള്ള കംപ്ലീറ്റ് മെറ്റീരിയൽ നമ്മൾ ചെക്ക് ചെയ്തിട്ട് അതിന് കറക്റ്റ് കാര്യങ്ങൾ സെറ്റ് ചെയ്യണം. ആദ്യം നമുക്ക് ഈ ടൈൽ എടുക്കുക. റിഫ്ലക്ഷൻ ഈ ഒരു ലെവലിൽ ഒരു 15% ഇട്ട് കൊടുക്കുക. പിന്നെ ഈ വൈറ്റ് കളർ സെലക്ട് ചെയ്യുക. അതിന് ശേഷം ഈ ഹൈറ്റ് മാപ്പിൽ വന്നിട്ട് ടെക്സ്ചർ ലോഡ് ചെയ്യണം. ഞാനിവിടെ ഓൾറെഡി കുറച്ച് ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഏതെങ്കിലും ഒന്ന് എടുക്കുക. അതിൻ്റെ ഇൻറ്റൻസിറ്റി ജസ്റ്റ് ഒന്ന് കുറയ്ക്കുക. ഒരു 0.67 ഒക്കെ ആ റേഞ്ചിലൊന്ന് ആക്കുക. അതിൻ്റെ റിഫ്ലക്ഷൻ ഒരു 80 ഒക്കെ ലെവലിൽ ഒന്ന് സെറ്റ് ചെയ്യുക. അതേമാതിരി ഈ ഒരു ബ്ലൂ പെയിൻറ്റിനും സെയിം എന്താ പറയുക അതുപോലെ ടെക്സ്ചർ ആഡ് ചെയ്യുക. വാല്യൂ കുറയ്ക്കുക. റിഫ്ലക്ഷൻ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. പിന്നെ ഈ ക്ലാഡിങ് സെലക്ട് ചെയ്യുക. ഇതിൻ്റെയൊക്കെ PBR മെറ്റീരിയൽ ഉണ്ടെങ്കിൽ നമുക്ക് PBR യൂസ് ചെയ്യാം. ഞാനിപ്പോൾ PBR ഒന്നും എടുക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ജസ്റ്റ് ഈ ഹൈറ്റ് മാപ്പിൽ വന്നിട്ട് യൂസ് ആൽബിരോ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യാണ്. ഇതിൻ്റെ വാല്യൂ ഒന്ന് കൂട്ടി കൊടുക്കുന്നുണ്ട്. ഈ റിഫ്ലക്ഷനും കുറച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതും ഈ സെയിം പരിപാടി ചെയ്യുന്നുണ്ട്. ഈ വുഡിൻ്റെ പീസും അതുപോലെ തന്നെ ചെയ്യുന്നുണ്ട്. ഓക്കെ. അപ്പോൾ ഇത്രയാണ് ഇപ്പോൾ നമ്മളത് ചെയ്തത്. പിന്നെ ഈ ഒരു വിൻഡോയിൻ്റെ വുഡും ഈ വുഡും സെപ്പറേറ്റ് ആയിട്ട് കാണുന്നില്ല. അപ്പോൾ അത് രണ്ടും കൂടി സെയിം ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് ഒന്നെങ്കിൽ ഞാൻ മറ്റേ നമ്മുടെ കിച്ചണിൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് സെലക്ട് ചെയ്തിട്ട് ഇങ്ങനെ ഓരോ പീസിനും അപ്ലൈ ചെയ്യുക. അതല്ലെങ്കിൽ ഏറ്റവും സുഖം വീറെ ഓപ്പൺ ചെയ്യുക. ഞാൻ ചെയ്യുന്ന മെത്തേഡാണ്. വേറെയും ഒരുപാട് പ്ലഗിൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. വീറെ ഓപ്പൺ ചെയ്തിട്ട് ഈ ഒരു വുഡ് സെലക്ട് ചെയ്യുക. അതിനുശേഷം ഇവിടെ വന്ന് സെലക്ട് ഒബ്ജക്റ്റിൻ്റെ സീന് കൊടുക്കുക. ഈ വിൻഡോൻ്റെ വുഡ് സെലക്ട് ചെയ്യുക. അപ്ലൈ ടു സെലക്ഷൻ കൊടുക്കുക. ഓക്കെ. എന്നിട്ട് ആ വുഡിന് ഓൾറെഡി ഞാൻ ചെറിയൊരു ബമ്പ് കൊടുത്തിട്ടുണ്ട്. 0.12 കൊടുത്തിട്ടുണ്ട്. റിഫ്ലക്ഷൻ ഒരു 15 അടുത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് ഇപ്പോൾ നമ്മൾ അതിൽ ചെയ്യുന്നത്. പിന്നെ വരുന്നത് ഈ പീസൊക്കെ ഓൾറെഡി ഞാൻ SS പൈപ്പാക്കി മാറ്റിയിട്ടുണ്ട്. SS ആക്കാൻ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ റിഫ്ലക്ഷനിൽ വരിക, റഫ്നെസ് ഫുള്ള് കുറച്ചിടുക, മെറ്റാലിക് ഫുള്ള് കൂട്ടിയിടുക. അപ്പോൾ SS ആയി മാറും. ഓക്കെ. പിന്നെ ഏകദേശം ഇപ്പോൾ ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. ഇനിയിപ്പോൾ നമുക്ക് ഈ വിൻഡോൻ്റെ ഉള്ളിൽ നമ്മൾ വാള് കാര്യങ്ങളൊന്നും കൊടുക്കാത്തതുകൊണ്ട് തന്നെ വിൻഡോക്കൊക്കെ നമുക്ക് കർട്ടൻ കൊടുക്കൽ നിർബന്ധമാണ്. അപ്പോൾ കർട്ടൻ കൊടുക്കാനായിട്ട് ഞാൻ ഉടായ്പിലൂടെയാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഉടായ്പിലൂടെ മീൻസ് നമ്മൾ പിക്ചർ അപ്ലൈ ചെയ്യാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ വിൻഡോൻ്റെ പുറത്ത് നമുക്കിങ്ങനെ അതായത് ഇപ്പോൾ ഇവിടെ ഒരു റെക്റ്റാങ്കിൾ വരയ്ക്കുക. എന്നിട്ട് അതിനെ ഡബിൾ ക്ലിക്ക് ചെയ്ത് ഗ്രൂപ്പ് ചെയ്യുക. ജസ്റ്റ് ഒന്ന് വിൻഡോൻ്റെ ബാക്കിലോട്ട് മൂവ് ചെയ്ത് വെക്കുക. ഒരു കളർ എടുക്കുക. കളർ അപ്ലൈ ചെയ്യുക. ഈ എഡിറ്റിൽ വന്നിട്ട് യൂസ് ടെക്സ്ചറിനകത്ത് കർട്ടൻ്റെയും ഇതുപോലെ തന്നെ ടെക്സ്ചർ ഇഷ്ടം പോലെ നമുക്ക് ഗൂഗിളിൽ അവൈലബിൾ ആണ്. നമുക്ക് എടുത്തു വെക്കുക. എല്ലാ ടെക്സ്ചർ കാര്യങ്ങളും നമ്മളിങ്ങനെ എടുത്തു വെച്ച് കഴിഞ്ഞാൽ മതി. ഒരു സമയം നമുക്ക് ആവശ്യം വരുമ്പോൾ ഡൗൺലോഡ് ചെയ്ത് വെക്കുക. അതിനൊരു ഫോൾഡർ സ്ട്രക്ചർ കീപ്പ് ചെയ്യുക. അങ്ങനെ വരുമ്പോൾ നമുക്കത് എപ്പോഴും യൂസ്ഫുൾ ആയിട്ട് വരും. ഓക്കെ. ഇതിപ്പോൾ വന്നിട്ട് ഇവിടെ വീറേൻ്റെ കുറച്ച് ടൂൾസ് ഉണ്ട്. ആക്ച്വലി നമ്മൾ വീറ അല്ല നോക്കുന്നത്, എന്നാലും വീറേൻ്റെ കുറച്ച് ടൂൾസ് ഉണ്ട്. ഈ വീറ യൂട്ടിലിറ്റി പറഞ്ഞിട്ടില്ലേ. ഇതിനകത്ത് ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്ന 2-3 ഓപ്ഷനാണ് ഈ കാണുന്നത്. ഓക്കെ. ഇതിനകത്ത് പിന്നെ ഈ ഒരു ഓപ്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ ടെക്സ്ചർ അപ്ലൈ ചെയ്തില്ലേ, അതിങ്ങനെ ചെറിയ സൈസിലല്ലേ കാണുന്നത്. കണ്ടോ, ഇങ്ങനെ ചെറിയ സൈസിലല്ലേ കാണുന്നത്. അപ്പോൾ നമ്മൾ ഈ ലോഡ് ചെയ്തിട്ടുള്ള ടെക്സ്ചറിനെ ഈ ഒരു റെക്റ്റാങ്കിൾ ഫുള്ളായിട്ട് കവർ ചെയ്ത് നിർത്താൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പ്ലാനർ പ്രൊജക്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ കൊടുക്കുന്നത്. അത് കൊടുക്കുമ്പോൾ കണ്ടില്ലേ ആ ഒരു ടെക്സ്ചറിനെ ഇങ്ങനെ എല്ലായിടത്തും സ്കെയിൽ ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നുള്ളൊരു ഓപ്ഷൻ ഈ ഒരു സംഭവമാണ്, ഈ രണ്ടാമത്തെ. ഇത് കൊടുത്തു കഴിഞ്ഞാൽ എന്താ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ചില സമയത്ത് നമ്മൾ സോഫക്കൊക്കെ മെറ്റീരിയൽ കൊടുക്കുമ്പോൾ ഇങ്ങനെ അതിൻ്റെ എഡ്ജിൽ ഇങ്ങനെ കറക്റ്റ് കിട്ടാതെ നിൽക്കൂലേ. അപ്പോൾ അങ്ങനത്തെ കേസിൽ ഇത് കൊടുത്തു കഴിഞ്ഞാൽ അത് കറക്റ്റ് കിട്ടിക്കോളും. ഓക്കെ. പിന്നെ ഇത് മെറ്റീരിയൽ ഒഴിവാക്കാനാണ്. അപ്പോൾ ഞാൻ എന്തായാലും തൽക്കാലം അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. ഓക്കെ. അപ്പോൾ ഞാനിപ്പോൾ ഇത് ഓൾറെഡി കമ്പോണൻ്റ് ആണ്. അതിൻ്റെ ബാക്കിൽ നമ്മൾ കർട്ടൻ കൊടുന്ന് വെച്ചു. പക്ഷേ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ എല്ലാ വിൻഡോൻ്റെ ബാക്കിലും, അതായത് ഈ 4 കള്ളി എല്ലാ വിൻഡോൻ്റെ ബാക്കിലും നമ്മൾ കൊണ്ടുപോയി വെക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വന്നിട്ട്
ഈ കർട്ടൻ സെലക്ട് ചെയ്യുക. ഈ വിൻഡോ നമ്മൾ കോമ്പോണൻ്റ് ആക്കിയിട്ട് ചെയ്തിട്ടുള്ളത്. അതായത് കോമ്പോണൻറ്റിൽ എവിടെ എന്ത് എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാലും എല്ലാ കോമ്പോണൻറ്റിനും അത് ബാധകമാണ്. അപ്പോൾ നമ്മൾ ഈ കർട്ടന് Ctrl+X അടിച്ച് കട്ട് ചെയ്തു. ഈ വിൻഡോൻ്റെ ഉള്ളിൽ കയറിയിട്ട് Ctrl+Shift+V അതായത് പേസ്റ്റ് ഇൻ പ്ലേസ് കൊടുത്തു കഴിഞ്ഞാൽ ഈ കോമ്പോണൻ്റ് എവിടെയൊക്കെ ഉണ്ടോ അതിനൊക്കെ ഈ കർട്ടൻ ബാക്കിൽ വന്നിട്ടുണ്ടാവും. അങ്ങനെ കഴിഞ്ഞപ്പോൾ ഈ 2 കള്ളി വിൻഡോൻ്റെ ബാക്കിൽ വന്നിട്ട് നമ്മളത് കൊടുക്കുക. സ്കെയില് കാര്യങ്ങളൊന്ന് കറക്റ്റ് ചെയ്ത് വെക്കുക. കമ്പോണൻറ്റിൻ്റെ ഉള്ളിലാണ് കൊടുത്തിരിക്കണം. അപ്പോൾ ഈ 2 കള്ളിയും കർട്ടൺ ആവും. പിന്നെ ഇപ്പോൾ വേറെ പിന്നെ ഈ 3 കള്ളിൻ്റെ ഉള്ളിൽ വരിക, ഇവിടെ കൊടുന്ന് പേസ്റ്റ് ചെയ്യുക, സ്കെയില് കാര്യങ്ങളൊക്കെ കറക്റ്റ് ചെയ്യുക. ഇതൊന്നും ഞാൻ വലിയ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാനില്ല, കാരണം അത് വിൻഡോൻ്റെ അകത്ത് വരുന്ന കേസല്ലേ. പിന്നെ ഇതിൻ്റെ ബാക്കിലും ഒരു കർട്ടൻ കൊടുക്കുക. ഇതിൻ്റെ ബാക്കിൽ നമ്മൾ ചിലപ്പം ഇൻറ്റീരിയർ ചെയ്യുമ്പോൾ ഇവിടെ കർട്ടനൊന്നും വരില്ല കേട്ടോ, കാരണം നമ്മൾ ചിലപ്പം പ്ലെയിൻ ആക്കിയിട്ടിടും, കാരണം മറ്റേ ഡബിൾ ഹൈറ്റിൽ വരുന്നതല്ലേ. പക്ഷെ ഞാനിപ്പോൾ അതവിടെ കൊടുക്കാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഇൻറ്റീരിയറിലുള്ള സീനൊന്നും പുറത്തോട്ട് കാണാതിരിക്കാൻ വേണ്ടിയിട്ട്, കാരണം ഇൻറ്റീരിയറിൽ നമ്മളൊന്നും ചെയ്തിട്ടില്ലല്ലോ. അപ്പോൾ അത് എപ്പോഴും ശ്രദ്ധിക്കണം. നമ്മൾ ഇൻറ്റീരിയർ ചെയ്യുമ്പോൾ കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. ഐ മീൻ ഉള്ളിൽ പ്ലെയിൻ ആയതുകൊണ്ടാണ് നമ്മളതവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഇപ്പോൾ എല്ലാ വിൻഡോക്കും നമ്മൾ അതായിട്ടുണ്ട്. ഇതിൻ്റെ ബാക്കിലും നമ്മൾ ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഞാൻ ശരിക്ക് ഒരു നൈറ്റ് സീനൊക്കെ റൺ ചെയ്യുമ്പോഴേ നമുക്ക് പിന്നെ ലൈറ്റ് കാണിക്കണം എന്നുണ്ടെങ്കിൽ എല്ലാ റൂമിലും പോയിട്ട് ലൈറ്റ് ഇങ്ങനെ വെച്ച് പോയിട്ട് കുറേ പണിയാണ്. അപ്പം ഞാൻ ചെയ്യുന്ന സിമ്പിളായിട്ടുള്ള മെത്തേഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കർട്ടൻ്റെ മെറ്റീരിയലിന് MC മെറ്റീരിയൽ ആക്കല. അപ്പം അതിന് ലൈറ്റിൻ്റെ എഫക്റ്റ് ഇങ്ങനെ കിട്ടുമായിരുന്നു. ഓക്കെ, അങ്ങനെയാണ് ഞാൻ ചെയ്യൽ. അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ കർട്ടൻ കാര്യങ്ങൾ വെച്ചിട്ടുണ്ട്. അതിന് ശേഷം വീണ്ടും സേവ് അടിക്കുക. പിന്നെ ഇനിയിപ്പോൾ നമുക്ക് ലൈറ്റിങ് സ്റ്റാർട്ട് ചെയ്യാം. ലൈറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഓക്കെ, ആ മെറ്റീരിയൽ നമ്മൾ ലൈറ്റ് MC മെറ്റീരിയൽ ആക്കുന്നുണ്ട് ഞാൻ, ലൈറ്റ് എഫക്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു കർട്ടൻ്റെ മെറ്റീരിയൽ സെലക്ട് ചെയ്യുക. ഈ ജനറിക് സെലക്ട് ചെയ്തിട്ട് സെൽഫ് ഇലുമിനേറ്റഡ് ആക്കുക. ഇതിൻ്റെ കളർ ഞാനൊരു ജസ്റ്റ് ഒരു ഓറഞ്ച് അല്ലെങ്കിൽ ഒരു യെല്ലോയിഷ് കളറോട്ട് മാറ്റുന്നുണ്ട്. വാല്യൂ കുറച്ച് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക, കുറച്ചധികം കൂട്ടി വെക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയാണ് മെറ്റീരിയലിൽ വരുന്നത്. ഇനി നമുക്ക് ലൈറ്റുകൾ ചെയ്യാൻ സ്പോട്ട് ലൈറ്റുകൾ ചെയ്യാൻ ഞാൻ ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മളെ കയ്യിൽ ഉണ്ടാക്കി വെച്ചതൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ റൗണ്ട് ടൂൾ എടുക്കുക, അതായത് സർക്കിൾ ടൂള്. ഷോർട്ട് കട്ട് C ആണ്. C അടിക്കുക, ഒരു റൗണ്ട് കൊടുക്കുക. ഒരു 4 സെൻറ്റിമീറ്ററാണ് ഞാൻ റേഡിയസ് കൊടുക്കൽ. അതിനെ ജസ്റ്റ് ഒന്ന് ഒരു 0.5 ഒക്കെ താഴോട്ട് പുഷ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെയാണ് ഇത് സെഗ്മെൻറ്റ്സ്, അതായത് ഇങ്ങനെ റൗണ്ട് പക്ക കറക്റ്റ് റൗണ്ട് അല്ലാതെ ഇങ്ങനെ കള്ളി ആയിട്ട് അതല്ലെങ്കിൽ ഇങ്ങനെ ലൈനായിട്ട് കാണുന്നില്ലേ, അതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിവിടെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റും നമുക്കിവിടെ സെഗ്മെൻറ്റ് പറഞ്ഞിട്ടൊരു ഓപ്ഷന്. ഈ സെഗ്മെൻറ്റ് കുറഞ്ഞത് കൊണ്ടാണ് ഇതിങ്ങനെ കള്ളി ഇതിങ്ങനെ ഫുൾ എണ്ണി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും 24 വരകളായിരിക്കും ഇത് ഉണ്ടാവുക. അപ്പോൾ നമ്മളതിനെ കൂട്ടാനായിട്ട് ഇത് സെലക്ട് ചെയ്യുക. ഇവിടെ ഞാൻ ഒരു 150 കൊടുത്ത് വെക്കുക. അപ്പോൾ ഉണ്ട്, അപ്പോൾ 150 ലൈന് വെച്ചിട്ടായിരിക്കും. അപ്പോൾ കറക്റ്റ് പക്കായിട്ട് സ്മൂത്ത് ആയിട്ടുള്ള റൗണ്ട് കിട്ടും. ഞാനതിന് 0.5 സെൻറ്റിമീറ്റർ പുഷ് ചെയ്യുന്നു. ട്രിപ്പിൾ ക്ലിക്ക് ചെയ്തിട്ട് മേക്ക് എ കോമ്പോണൻ്റ് അടിക്കുക. കോമ്പോണൻ്റ് അടിക്കുമ്പോഴൊക്കെ നമ്മൾ എപ്പോഴും പേര് കാര്യങ്ങൾ കറക്റ്റ് കൊടുത്തിട്ട് ചെയ്യാവും നല്ലത്. അതല്ലെങ്കിൽ പിന്നീട് നമുക്കത് ചില കേസിൽ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. നമ്മൾ പേര് കൊടുക്കാൻ LED എന്ന് കൊടുക്കുക, LED സ്പോട്ട് എന്ന് എന്താ വേണ്ടത് കൊടുക്കുക. അതിനുശേഷം ഇത് ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുക. ഇതിനകത്ത് ഓഫ്സെറ്റ് ടൂൾ എടുത്തിട്ട് ജസ്റ്റ് ഒരു 0.5 ഇങ്ങനെ ഓഫ്സെറ്റ് അടിക്കുക. അതിനുശേഷം ഇതിനെ ബാക്കിലോട്ട് ജസ്റ്റ് ഒരു 0.2 0.1 ഒക്കെ മൂവ് ചെയ്ത് വെക്കുക. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ സ്പോട്ട് ലൈറ്റ് കാര്യങ്ങൾ ആഡ് ചെയ്യുക. അതിനുശേഷം ഇതിന് മെറ്റീരിയൽ കൊടുക്കണം. ഞാൻ തൽക്കാലം വൈറ്റ് LED ആണ് കൊടുക്കുന്നത്. അപ്പോൾ ഏതെങ്കിലും ഒരു കളർ അതിന് അപ്ലൈ ചെയ്യുക. അതിനുശേഷം അതിനെ വൈറ്റ് ആക്കുക. അതിനുശേഷം ഇത് ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുക. ഈ ഒരു ഭാഗത്ത് നമുക്ക് ആ ഒരു ബൾബ് കത്തി നിൽക്കുന്ന എഫക്റ്റ് വേണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒരു ഓറഞ്ച് കളർ എടുത്ത് അവിടെ കൊടുത്തു. പിന്നെ എന്നിട്ട് മെറ്റീരിയൽ എഡിറ്റർ എടുക്കുക. അതിനെ നേരെ സെൽഫ് ഇലുമിനേറ്റഡ് കൊടുക്കുക. വാല്യൂ ഫുള്ള് കൂട്ടിയിടുക. ഓക്കെ, തൽക്കാലം ഞാൻ കളർ വൈറ്റ് തന്നെ കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ ബോർഡിൻ്റെ കളർ വൈറ്റ് സെലക്ട് ചെയ്യുക. റിഫ്ലക്ഷൻ ഒരു 50 ഒക്കെ കൊടുക്കുക. ഒരു പ്ലാസ്റ്റിക്കിൻ്റെ അതല്ലെങ്കിൽ ഒരു മെറ്റലിൻ്റെ എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട്
ആ രീതിയിൽ കൊടുക്കുക. അതിനുശേഷം ഇതിൻ്റെ കോപ്പി എടുക്കുക. ഈ ഒരു പോയിന്റിൽ സെലക്ട് ചെയ്യുക, നേരെ ഇവിടെ കൊടുന്ന് വെക്കുക, ഒരു ബൈ 2 അടിക്കുക. നമ്മൾ ഒരുപാട് LED ശരിക്കും കൊടുക്കേണ്ട ആവശ്യമില്ല. പലപ്പോഴും ഞാനും ചില കേസിൽ അങ്ങനെ കൊടുക്കലുണ്ട്. പക്ഷേ മിനിമം 1 മീറ്ററെങ്കിലും ഗ്യാപ്പ് ഇട്ട് കൊടുത്താൽ മതിയോ. ഓക്കെ, ഇതിനെ ഇവിടെ കൊടുന്ന് വെച്ചിട്ട് അതിൻ്റെ 3 കോപ്പി എടുത്തു. അപ്പം 4 ലൈറ്റ് അവിടെ വന്നിട്ടുണ്ട്. ഇതിനെ കൺട്രോൾ പ്രസ് ചെയ്ത് വീണ്ടും കോപ്പി എടുക്കുക. അതിനുശേഷം താഴെ ഇവിടെ കൊടുന്ന് വെക്കുക. അതിൻ്റെ കോപ്പി ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യുക, ബൈ 2 അടിക്കുക. 2 ലൈറ്റ് മതി എനിക്കവിടെ. പിന്നെ ഇവിടുന്ന് സെലക്ട് ചെയ്ത് ഇങ്ങോട്ടേക്ക് വെക്കുക, ബൈ 2 അടിക്കുക. ഓക്കെ, നമ്മൾ സ്പോട്ട് ലൈറ്റുകൾ കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി അതിൽ പിന്നെ ഇതിപ്പോൾ ഓക്കെ ആണ്. നമ്മൾ റെൻഡർ ചെയ്യുമ്പോൾ ജസ്റ്റ് കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇത് ലൈറ്റ് കത്തുന്നുണ്ട്. പക്ഷെ അവിടെ ലൈറ്റിൻ്റെ എഫക്റ്റ് കാര്യങ്ങളുണ്ടാവും. പക്ഷെ അവിടെ ലൈറ്റ് ഉണ്ടാവില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ പിന്നെ IS ലോഡ് ചെയ്യണം. ഓക്കെ, IS ലോഡ് ചെയ്യാന്ന് പറയുമ്പോൾ IS ലോഡ് ചെയ്യാൻ ഞാൻ നമ്മുടെ കിച്ചൻ്റെ വീഡിയോ കണ്ടവർക്ക് അറിയുന്നുണ്ടാവും. ഇവിടുന്ന് ഒരു ലൈന് താഴോട്ട് വരയ്ക്കുക. അതിനുശേഷം പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് സ്പോട്ട് ലൈറ്റ് സെലക്ട് ചെയ്യുക. ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. IS ഫയലിൻ്റെ ഫോൾഡർ സെലക്ട് ചെയ്യുക. IS സെലക്ട് ചെയ്യുക, അതിൻ്റെ വാല്യൂ അഡ്ജസ്റ്റ് ചെയ്യുക. ഉണ്ടോ, ഈ ഒരു ലൈറ്റ് എഫക്റ്റ് ചെയ്ത് ഇപ്പോൾ ഡേ ലൈറ്റ് ആയതുകൊണ്ടാണ് നമുക്ക് കാണാത്തത്. നമ്മൾ നൈറ്റും കൂടി ചെയ്യുന്നത് കൊണ്ടാണ് ഈ IS കാര്യങ്ങൾ നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, തൽക്കാലം അപ്പോൾ ഇതിവിടെ ഇങ്ങനെ വെച്ച് ലീവ് ചെയ്യുക. ലാൻഡ്സ്കേപ്പ് ക്ലോസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇതിപ്പോൾ ഒറ്റ ബൾബിൻ്റെ താഴെയാണ്. ഇതിപ്പോൾ നമ്മൾ ഗ്രൂപ്പ് എന്തെങ്കിലും ആണെന്ന് ചെയ്തിരിക്കുന്നുണ്ടെങ്കിൽ ഇത് എല്ലാത്തിൻ്റെയും ഇങ്ങനെ കൊണ്ടുപോയി കോപ്പി എടുത്ത് വെക്കണം. പക്ഷെ നമ്മൾ നേരെ മറിച്ച് നമ്മൾ കമ്പോണൻറ്റ് ചെയ്തുകൊണ്ട് തന്നെ ഈ ഒരു സംഭവത്തിനെ Ctrl X അടിച്ച് കട്ട് ചെയ്യുക. നമ്മൾ ഈ കോമ്പോണൻറ്റ് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം പേസ്റ്റ് ഇൻ പ്ലേസ് അടിക്കുക. അപ്പോൾ അത് എല്ലാത്തിൻ്റെ ഉള്ളിലും ഓട്ടോമാറ്റിക്കായിട്ട് വരും. ഓക്കെ, ഓട്ടോമാറ്റിക്കായിട്ട് വരും. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഇവിടെ ലൈറ്റിങ് കാര്യങ്ങൾ ചെയ്യുന്നത്. ഇനിയിപ്പോൾ പിന്നെ ഈ കാർ പോർച്ചിൻ്റെ ഉള്ളിൽ ഞാൻ സിലിണ്ടർ ലൈറ്റാണ് കൊടുക്കുന്നത്. നമ്മളൊരു സിലിണ്ടർ ടൈപ്പ് ലൈറ്റ് ഉണ്ടല്ലോ. എല്ലാ സംഭവങ്ങളും ഉണ്ടാക്കുന്ന മെത്തേഡ് ഇങ്ങനെ തന്നെയാണ്. ഇപ്പോൾ ഞാൻ ഇത് സാധാ സ്പോട്ട് ലൈറ്റ് നമ്മൾ 0.5 കൊടുക്കുന്നതിന് പകരം കുറച്ച് ഒരു 10 സെൻറ്റിമീറ്റർ ഒക്കെ മിനിമം ഉണ്ടാവുമെന്ന് മാത്രം. എന്തായാലും അത് ലോഡ് ചെയ്യുന്നത് ഞാൻ ഓൾറെഡി ഉണ്ടാക്കി വെച്ചതാണ്. അപ്പോൾ അത് എടുത്ത് ലോഡ് ചെയ്യുക, ഇവിടെ കൊടുന്ന് വെക്കുക. ഏകദേശം ഒരു ഇവിടെ അടുത്ത പോയിന്റ് വെക്കുക, ബൈ 2 കൊടുക്കുക. ആ 3 ലൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ കൊടുന്ന് വെക്കുക. അങ്ങനെ 6 ലൈറ്റാണ് ഞാൻ കാർ പോർച്ചിൻ്റെ ഉള്ളിൽ കൊടുക്കുന്നത്. ഈ ഒരു സംഭവം ഞാൻ ചെയ്തപ്പോൾ കുറച്ച് ബാക്കിലോട്ട് ആയി പോയിട്ടുണ്ട്. അതിന് ഇതൊന്ന് താഴോട്ട് ഇങ്ങനെ പുഷ് ചെയ്ത് വെക്കുക. ഈ ഒരു ISഉം ഒന്ന് താഴോട്ട് ഇറക്കി വെക്കുക. ഇങ്ങനെയാണ് കാർ പോർച്ചിനകത്ത് നമ്മൾ ലൈറ്റ് കൊടുത്തിട്ടുള്ളത്. പിന്നെ നമ്മളെ ഈ സിറ്റ് ഔട്ടിൻ്റെ മുകളിൽ നമുക്ക് ലൈറ്റ് കൊടുക്കണം. ഒരു സർക്കിൾ എടുക്കുക, ഒരു 8 സെൻറ്റിമീറ്ററിൻ്റെ കൊടുക്കുക. 0.5 താഴോട്ട്, ഒരു 0.5 താഴോട്ട് കൊടുക്കുക. സെയിം പരിപാടി കോമ്പോണൻ്റ് ചെയ്യുക. 0.5 ഈ മെറ്റീരിയലാണ് കൊടുക്കുന്നത്. ആക്ച്വലി നമ്മൾ ഇമ്പോർട്ട് ചെയ്ത മെറ്റീരിയലും ഇതും നമ്മൾ ഉണ്ടാക്കിയതും തമ്മിൽ വ്യത്യാസം ഉണ്ടാകും. കുഴപ്പമില്ല, ജസ്റ്റ് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ സെറ്റ് ചെയ്താൽ മതി. എനിവേ അത് കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് അലൈൻമെൻറ്റ് കാര്യങ്ങളൊന്ന് കറക്റ്റ് ചെയ്ത് വെക്കുക. സെൻറ്ററാക്കി വെക്കുക, അതായത് സെൻറ്ററാക്കിയിട്ട് വെക്കുക. അതിൻ്റെ ഒരു 3 കോപ്പിയാണ്, 3 ലൈറ്റാണ് ഞാൻ സിറ്റ് ഔട്ടിൽ കൊടുക്കുന്നത്. ജസ്റ്റ് ഒന്ന് ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്ത് വെക്കുക. ശേഷം ഇങ്ങനെ അങ്ങോട്ട് വെച്ചിട്ട് ബൈ 2 അടിക്കുക. ഒരു റെക്റ്റാങ്കിൾ ടൂൾ ഉപയോഗിക്കുക. ഇതുപോലെ വരച്ചു കൊടുക്കുക.
അലൈൻമെൻറ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കി വരക്കണം കേട്ടോ. ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് റഫായിട്ട് അങ്ങോട്ട് വരച്ച് പോവാണ്. നമ്മളെപ്പോഴും അലൈൻമെൻറ്റ് കാര്യങ്ങൾ സ്പേസിംഗ് ഒക്കെ നോക്കിയിട്ട് വേണം ചെയ്യാൻ. അതിനുശേഷം 2 സെൻറ്റിമീറ്റർ സൈസ് കൊടുത്തിട്ട് അതിൽ ഈ MSC മെറ്റീരിയൽ അപ്ലൈ ചെയ്യുക. ഈ ഒരു സ്പോട്ട് ലൈറ്റിനെ ഞാനൊന്ന് അറേഞ്ച് ചെയ്ത് വെക്കുന്നുണ്ട്, അലൈൻ ചെയ്ത് വെക്കുന്നുണ്ട്. ഓക്കെ ഇങ്ങനെയാണ് ഇപ്പോൾ നമ്മൾ ലൈറ്റിങ് അവിടെ കൊടുത്തിട്ടുള്ളത്. ഈ 3 ലൈറ്റും സെലക്ട് ചെയ്തിട്ട് ഗ്രൗണ്ട് ഫ്ലോറിലെ സിറ്റ് ഔട്ടിലും നമുക്ക് ലൈറ്റിങ്ങിൻ്റെ ആവശ്യമുണ്ട്. അതിന് വേണ്ടിയിട്ട് അവിടെ കൊടുത്ത് വെച്ചു. അവിടെ പിന്നെ നമ്മൾ റെൻഡറിങ്ങിൽ കാണാത്തതുകൊണ്ട് അവിടെ സ്പോട്ട് എന്താ പറയുക പ്രൊഫൈലൊന്നും കൊടുക്കുന്നില്ല. അതിനുശേഷം സെയിം മെത്തേഡ് ലൈന് താഴോട്ട് വരയ്ക്കുക, സ്പോട്ട് ലൈറ്റ് എടുക്കുക, ഓക്കെ. അതിനുശേഷം ഈ ഒരു ലൈന് നമ്മൾ അലൈൻമെൻറ്റ് സെറ്റാക്കാൻ വേണ്ടി വരച്ചുള്ള ഈ ഒരു ലൈന് ഡിലീറ്റ് ആക്കുക. ഈ ഒരു ലൈറ്റ് സെലക്ട് ചെയ്ത് കൺട്രോൾ X അടിച്ച് കട്ട് ചെയ്യുക. നമ്മളെ വരച്ചിട്ടുള്ള LED ഉള്ളിൽ കൊണ്ട് പേസ്റ്റ് അടിക്കുക. അതിനുശേഷം ലോഡ് IES ഫയൽ ക്ലിക്ക് ചെയ്തിട്ട് IES ലോഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അതെല്ലാത്തിലും വന്നിട്ടുണ്ടാവും. പിന്നെയാണ് ലൈറ്റ് ആഡ് ചെയ്യൽ. അതുപോലെ വാൾ ലൈറ്റ് കാര്യങ്ങൾ, അപ്പ് ആൻഡ് ഡൗൺ ലൈറ്റ് കാര്യങ്ങൾ ഓൾറെഡി ഞാൻ വരച്ച് വെച്ചിട്ടുണ്ട്. നമ്മളത് ടൈം കിട്ടുമ്പോൾ അങ്ങനെ വരച്ച് വെച്ചാൽ മതി. അതൊന്നും വരക്കാൻ വലിയ പണിയുള്ള കാര്യമല്ല, സിമ്പിളായിട്ട് വരക്കാവുന്ന കാര്യങ്ങളാണ്. അപ്പം ഞാൻ ലോഡ് ചെയ്യുന്നുണ്ട്. കണ്ടോ, ഇതൊന്നുമില്ല, ജസ്റ്റ് ഇങ്ങനെ വരച്ച് വെച്ചു തന്നെ ഉള്ളൂ. പിന്നെ IES ലൈറ്റും കൊടുത്തിക്കാണ്. ഇവിടെ ഒന്ന് വെക്കുന്നുണ്ട്. ശേഷത്ത് കോപ്പി ചെയ്ത് ഇവിടെ നമുക്ക് ഗാർഡൻ വരുന്നതുകൊണ്ട് ഇവിടെ ഒന്ന് ലൈറ്റ് കൊടുക്കുക. അതിൻ്റെ ഒരു കോപ്പി നേരെ മുകളിലും വെക്കുക. അലൈൻമെൻറ്റ് ജസ്റ്റ് ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കുന്നുണ്ട്. നമുക്ക് ഇവിടെ ഇങ്ങനെ ലൈറ്റ് കൊടുക്കുക. അതിന് വേണ്ടിയിട്ട് ഇവിടെ റെക്റ്റാങ്കിൾ വരക്കുക. റെക്റ്റാങ്കിൾ വരക്കാൻ മീൻസ് ഇത് മാർക്ക് ചെയ്യേണ്ടത് നമ്മൾ വാളാണ് കാണുന്നത്. അപ്പോൾ വാളിൽ നമുക്ക് ലൈറ്റ് വേണ്ട ഏരിയ മാത്രം ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അവിടെയും ഈ ലൈറ്റിൻ്റെ മെറ്റീരിയൽ അപ്ലൈ ചെയ്യുക. അതിനുശേഷം ഇവിടേക്ക് നമുക്ക് ലൈറ്റ് വേണം. അതിന് വേണ്ടിയിട്ട് റെക്റ്റാങ്കിൾ ലൈറ്റ് എടുക്കുക. ഇവിടുന്ന് ഈ ഒരു പോയിന്റ്, താഴത്തെ പോയിന്റ് ക്ലിക്ക് ചെയ്യുക, കുറച്ച് മുകളിലോട്ട് വെക്കുക, ഒന്നും കൂടി മുകളിലോട്ട് വെക്കുക, 3ാമത്തെ ക്ലിക്കിൽ അതവിടെ പ്ലേസ് ആവും. അതിൻ്റെ വിടുത്തൊന്ന് കുറക്കുന്നുണ്ട്. അതിന് ഇവിടെ പിടിച്ച് ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്ത് വെക്കുക. ജസ്റ്റ് ഒന്ന് ഒരു പൊടിക്ക് ഹൈറ്റ് കൂട്ടി വെച്ച് കൊടുക്കുക. കളർ അപ്ലൈ ചെയ്യുക, കോപ്പി എടുക്കുക, രണ്ടും കൂടി ഗ്രൂപ്പ് ചെയ്യുക, ഗ്രൂപ്പ് ഓപ്പൺ ചെയ്യുക, സെലക്ട് ചെയ്യുക, മൾട്ടിപ്പിൾ കോപ്പി എടുത്തിട്ട് അറേഞ്ച് ചെയ്ത് വെക്കുക. ശേഷം ഈ ഒരു ചെറിയ ഗ്യാപ്പ് വരുന്നത് ഇതിന് കോപ്പി എടുക്കുക. ഈ കോപ്പി എടുക്കാൻ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് നേരെ കൺട്രോൾ പ്രസ് ചെയ്ത് ഇങ്ങോട്ടേക്ക് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കോപ്പി കിട്ടും. അലൈൻമെൻറ്റ് കാര്യങ്ങൾ കറക്റ്റാക്കി വെക്കുക. എക്സ്ട്രാ വന്ന റെക്റ്റാങ്കിൾ ലൈറ്റ് ഡിലീറ്റ് ആക്കിയിട്ട് സ്കെയിൽ ചെയ്ത് വെക്കുക. ഈ ഒരു സംഭവം ഞാൻ ഡിലീറ്റ് ആക്കുന്നുണ്ട്. അപ്പം നമ്മളിപ്പോൾ ഇപ്പോൾ ഇൻറ്റീരിയറൊക്കെ ചെയ്യുന്ന കേസാണെങ്കിൽ നമ്മൾ ഒരുപാട് സംഭവങ്ങൾ നമ്മളെ പ്രോജക്റ്റിലോട്ട് കൊടുത്തിട്ട് അങ്ങനെ ഡിലീറ്റ് ആക്കും. അതായത് ഇപ്പോൾ നമ്മൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ഡീക്കോറേറ്റർ നമ്മൾ ഇമ്പോർട്ട് ചെയ്തിട്ട് അതിനെ നമുക്ക് വേണ്ട തോന്നി നമ്മൾ ഡിലീറ്റ് ആക്കി വിചാരിക്കും. അപ്പോൾ ഡിലീറ്റ് ആക്കുമ്പോൾ സാധാരണ നമ്മൾ സീനിൽ നിന്ന് പോകും. പക്ഷേ അതിൻ്റെ പ്രോപ്പർട്ടീസ്, അതിൻ്റെ സൈസൊക്കെ നമ്മളെ സ്കെച്ച് ഫയലിൽ ഉണ്ടായിരിക്കും. അതൊന്നും നമുക്ക് കുറഞ്ഞ് കിട്ടില്ല. അപ്പോൾ അത് ഒഴിവാക്കാൻ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വിൻഡോയിൽ വരിക. വിൻഡോയിൽ വന്നിട്ട് ഈ മോഡൽ ഇൻഫോ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഈ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ പർജ് അൺയൂസ്ഡ് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഇപ്പോൾ നിലവിൽ നോക്കിയാൽ മതി 51 മെറ്റീരിയൽ കാണിക്കുന്നുണ്ട്. ഓക്കെ,
അപ്പോൾ ഈ പർജ് അൺയൂസ്ഡ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു സീനിൽ യൂസ് ചെയ്യാത്ത എല്ലാ മെറ്റീരിയലും ഡിലീറ്റ് ആയി പോകും. ഇപ്പോൾ കണ്ടോ 51-ൽ 10 മെറ്റീരിയലുകളും ഡിലീറ്റ് ആയി, ഇപ്പോൾ 41 എക്സ്റ്റീരിയറിൻ്റെ കേസിൽ നമുക്കത് വലിയ ലോഡ് ഉണ്ടാവില്ല, പക്ഷേ ഇൻറ്റീരിയറൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് ലോഡ് കാര്യങ്ങൾ എക്സ്ട്രാ വരും, അധികം വരും അത് അങ്ങനെ ചെയ്യുമ്പോൾ. ഓക്കെ, ഐ മീൻ ലോഡ് വരുന്ന കേസിൽ ലോഡ് കുറക്കാൻ വേണ്ടി ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് അത്. ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് വെജിറ്റേഷൻസ് കാര്യങ്ങളൊന്ന് ആഡ് ചെയ്യാം. ഇവിടെ കുറച്ച് ചെടികൾ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഒന്ന് സെറ്റാക്കാം. ഓക്കെ, ഇപ്പോൾ ഞാൻ കുറച്ച് പ്ലാന്റ്സ് കാര്യങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ട്, പക്ഷേ ഇതെല്ലാം ഒരേ ഷേപ്പിലും ഒരേ സൈസിലുമാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഒരു റിയാലിറ്റി ഫീൽ ചെയ്യില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം കൂടി സെലക്ട് ആക്കുക. സെലക്ട് ആക്കിയതിന് ശേഷം ഒരു പ്ലഗിനുണ്ട്, ഇതാണ് JHS പവർ ബാർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്ലഗിനാണ്. അതിനകത്ത് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്, റാൻഡം സ്കെയിൽ ആൻഡ് റാൻഡം റൊട്ടേറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു പ്ലാന്റിൻ്റെ ബോക്സ് സെലക്ട് ചെയ്യണ്ട, പ്ലാന്റ്സ് മാത്രം ഒന്ന് സെലക്ട് ചെയ്യുക. അതിനുശേഷം ഈ റാൻഡം റൊട്ടേഷൻ റാൻഡം സ്കെയിൽ പറഞ്ഞ സംഭവം ഞെക്കി കഴിഞ്ഞാൽ അതെല്ലാം പല ഷേപ്പിലും പല രീതിയിലും പല സ്കെയിലും ആയിട്ട് മാറും. അതെപ്പോഴും നമ്മൾ ചെയ്യുന്നത് നല്ലതാണ്. ഓക്കെ, അതിനുശേഷം ഇവിടെയും കുറച്ച് പ്ലാന്റ്സ് ആഡ് ചെയ്യാം. പ്ലാന്റ്സ് കാര്യങ്ങളൊക്കെ നമ്മളെ ഈ ഇത് കണ്ടോ, ഈ എൻസ്കേപ്പിൻ്റെ ടൂളിൽ വന്നു കഴിഞ്ഞാൽ ഈ അസറ്റ് ലൈബ്രറി എന്ന് പറഞ്ഞ ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ ഇഷ്ടം പോലെ പ്ലാന്റ്സ് നമുക്ക് കിട്ടും. ഓക്കെ, പ്ലാന്റ്സ് മാത്രമല്ല ഒരുപാട് 4000 ചില്ലം 3D മെഷുകൾ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ അതിൽ താഴെ വന്നു കഴിഞ്ഞാൽ വെജിറ്റേഷൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, വെജിറ്റേഷൻ ക്ലിക്ക് ചെയ്യുക. ഇതിലൊരുപാട് സംഭവങ്ങളുണ്ട്, നമുക്ക് ആവശ്യമുള്ളതൊക്കെ യൂസ് ചെയ്യുക. അതിൽ താഴെ വന്നു കഴിഞ്ഞാൽ കുറച്ച് ഇൻഡോറിലൊക്കെ വെക്കാൻ പറ്റുക, അല്ലെങ്കിൽ പോട്ടഡ് ആയിട്ടുള്ള കുറച്ച് ചെടികൾ കാണാൻ പറ്റും നമുക്ക്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഒരു ചെടി കണ്ടോ, ഞാൻ ഈ ഒരു ചെടിയാണ് ഈ ഒരു ഏരിയയിൽ ഫില്ല് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിന് പോട്ടുണ്ട്, ഇത് നമുക്ക് പോട്ട് ഇല്ലാതെ കിട്ടണമെന്നുണ്ട്. ജസ്റ്റ് ടൈമൊന്ന് ക്ലിക്ക് ചെയ്യുക, ജസ്റ്റ് ടൈമൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ താഴെ പോട്ടില്ലാത്തതിൻ്റെ വേർഷനും കാണും. ഓക്കെ, പോട്ടില്ലാത്ത വേർഷൻ എടുക്കുക, നമുക്ക് വേണ്ടതുപോലെ അലൈൻ ചെയ്ത് കാര്യങ്ങൾ അറേഞ്ച് ചെയ്ത് വെക്കുക. അതിനുശേഷം ഇതെല്ലാതും കൂടി സെലക്ട് ചെയ്യുക. ഈ പ്ലാന്റഡ് ബോക്സ് ആണ് സെലക്ട് ചെയ്യുക. സെയിം പരിപാടി JHS പവർ ടൂളിൽ വന്നിട്ട് റാൻഡം റൊട്ടേഷനും റാൻഡം സ്കെയിലും ചെയ്യുക. ഇനി നമുക്കിതിൽ കുറച്ച് എക്സ്ട്രാ വലിയ പ്ലാന്റുകൾ ആഡ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് വീണ്ടും അസറ്റ് ലൈബ്രറിയിൽ വന്നിട്ട് അപ്പോൾ ഞാൻ ഈ ഒരു ചെടിയാണ് ആഡ് ചെയ്യുന്നത്. ജസ്റ്റ് ഒന്ന് അറേഞ്ച് കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് സ്കെയിൽ ചെയ്യുന്നുണ്ട്. അതിൻ്റെ 2-3 കോപ്പി എടുക്കുക, അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് നാലിന് സെലക്ട് ചെയ്യുക, റാൻഡം സ്കെയിലും റാൻഡം റൊട്ടേഷനും ചെയ്യുക. ഇവിടെ ഒരു ജസ്റ്റ് ഒരു നമുക്ക് റോക്ക് കൊടുക്കുക, അവിടെ റോക്കിനെ അവിടെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് സ്കെയിൽ ചെയ്യാം. നമുക്ക് റോക്കിനെ ഒരു മൂലയിലോട്ട് മാറ്റാം. നമുക്ക് ഇതിൻ്റെ സെൻറ്ററിൽ വേറൊരു മരം വെക്കാനുള്ളതാണ്. ഞാനിവിടെ ഒരു 4 മരം സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനകത്ത് നിന്ന് ഈ ഒരു മരം പിക്ക് ചെയ്യുക, ഇവിടെ കൊടുന്ന് പ്ലേസ് ചെയ്യുക. ആ ഒരു രീതിയിലാണ് അവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇനി വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ചെടികൾ കൂടി നമുക്ക് അവിടെ ആഡ് ചെയ്യാം. ഇതുപോലെ ഇങ്ങനെ സ്റ്റക്കായി കിടക്കാന്നുണ്ടെങ്കിൽ, അതായത് മൂവ് ചെയ്തിട്ട് നമുക്ക് പുറത്തോട്ട് പോകാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നേരെ മുകളിൽ വരിക, അല്ലെങ്കിൽ സൈഡിൽ ടൂൾസ് ഉണ്ടാവും, അവിടെ വന്നിട്ട് സൂം എക്സ്റ്റെൻഡ് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ശരിയാവും കേട്ടോ. അറിയുന്നുണ്ടാവും, എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞെന്നുള്ളൂ. നമ്മൾ തന്നെ നമ്മളെ പഴയ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അത് കാണാത്തതുകൊണ്ട് ജസ്റ്റ് ഒന്ന് പോയി കണ്ടോളൂ, അഭിപ്രായങ്ങളൊക്കെ ഒന്ന് അറിയിക്കണം. ഇത് 4 സെലക്ട് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് റാൻഡം റൊട്ടേഷനും റാൻഡം സ്കെയിലും ചെയ്ത് ഓക്കെ. അപ്പോൾ ഇങ്ങനെയാണ് പ്ലാന്റ് കാര്യങ്ങൾ നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. ജസ്റ്റ് ഒന്ന് സേവ് അടിക്കുക. വേണമെന്നുണ്ടെങ്കിൽ ചെയർ കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ പ്ലേസ് ചെയ്യാം കേട്ടോ. ജസ്റ്റ് ചെയർ
അസറ്റ് ലൈബ്രറി എടുക്കുക. ഫർണിച്ചറിൽ വന്നു കഴിഞ്ഞാൽ ഒരുപാട് ഫർണിച്ചേഴ്സ് കാര്യങ്ങൾ നമുക്ക് ഇതിനകത്തുണ്ട്. ഞാൻ ജസ്റ്റ് ചെയർ എടുത്ത് ഇവിടെ പ്ലേസ് ചെയ്യാം. ഒരു 3 ചെയർ വെച്ചു. ഇങ്ങനെ റാൻഡം പൊസിഷനിലോ റാൻഡം രീതിയിലൊക്കെ സെറ്റ് ചെയ്ത് വെച്ചു. നമ്മളെ ടെലിഗ്രാം ചാനലിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന മെഷ് കാര്യങ്ങളൊക്കെ നമ്മൾ ടെലിഗ്രാം വഴി ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ പഠിക്കുന്നവരൊക്കെ വിൻഡോസ് ഡോർസ് കാര്യങ്ങളൊക്കെ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അതിലൊന്ന് പിന്നെ ജോയിൻ ചെയ്താൽ മതി. ഓക്കെ. അതിനുശേഷം നമുക്ക് ബാക്ക്ഗ്രൗണ്ട് കാര്യങ്ങൾ അതല്ലെങ്കിൽ പിന്നെന്താ പറയുക നമ്മളെ കോമ്പൗണ്ട് വാൾ കാര്യങ്ങൾ സെറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്ന രീതി, ഞാൻ ഓൾറെഡി ബാക്ക്ഗ്രൗണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വർക്ക് ഫയൽ തന്നെയാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്യുന്ന രീതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഇതിനെല്ലാതും കൂടി സെലക്ട് ചെയ്തിട്ട് ഗ്രൂപ്പ് ചെയ്യും. ഓക്കെ. അതല്ലെങ്കിൽ പിന്നെ നമുക്ക് എല്ലാതും കൂടിയും എന്താ പറയുക ബിൽഡിങ്ങും ഇതെല്ലാം കൂടി വരുമ്പോൾ ആകെ അലമ്പായി മാറും. കൺട്രോൾ ഇല്ലാത്ത രീതിയിലായിരിക്കും പിന്നെ നമ്മൾ വർക്ക് വരിക. അതിന് ശേഷം ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഒരു റെക്റ്റാങ്കിൾ വരയ്ക്കുക. അതായത് ഇന്ന രീതിയിലൊന്നുമില്ല, ജസ്റ്റ് ഒരു റെക്റ്റാങ്കിൾ വരയ്ക്കുക. അതിനെ ത്രിബിൾ ക്ലിക്ക് ചെയ്ത് ഗ്രൂപ്പ് ചെയ്യുക. അതിനെ ഫ്ലോർ ലെവൽ ഗ്രൗണ്ട് ലെവലിലോട്ട് അലൈൻ ചെയ്ത് വെക്കുക. അതിനുശേഷം ഇത് നമ്മളെ മുറ്റം വരുന്ന ഭാഗമാണ്. അപ്പോൾ ഞാൻ കാർ പോർച്ചിൻ്റെ അവിടെ നിന്ന് ഒരു 2 അടി അല്ലെങ്കിൽ 1 മീറ്റർ ഗ്യാപ്പ് കൊടുത്തു. ഇത് 1 മീറ്റർ ഗ്യാപ്പ് കൊടുത്തു. വീടിൻ്റെ ബാക്ക് സൈഡിൽ വന്നു കഴിഞ്ഞാലും 1 മീറ്റർ ഗ്യാപ്പ് കൊടുത്തു. ഇവിടെ സെലക്ട് ചെയ്തിട്ട് ഇതിപ്പോൾ നമ്മൾ ക്ലയൻറ്റിൻ്റെ പ്ലാൻ അല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ വരക്കുന്നത് കേട്ടോ. ക്ലയൻറ്റിൻ്റെ പ്ലോട്ട് കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് നമ്മളിപ്പം സെറ്റ് ചെയ്യേണ്ടത്. എനിവേ ഇവിടുന്നും ഇതും 1 മീറ്റർ കൊടുത്തു. ഫ്രണ്ടിലോട്ട് വരുമ്പോൾ ഒരു 3 മീറ്റർ ഉണ്ടായിക്കോട്ടെ. ഓക്കെ. ഈ ഒരു രീതിയിൽ നമ്മളെ മുറ്റം കാര്യങ്ങൾ സെറ്റാക്കിയിട്ടുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഇത്രത്തോളം മുറ്റം വേണ്ടാന്നുണ്ടെങ്കിൽ ഓക്കെ ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഒരു റെക്റ്റാങ്കിളും കൂടി വരയ്ക്കുക. അതല്ലെങ്കിൽ ഇത് ത്രിബിൾ ക്ലിക്ക് ചെയ്യുക. ഓഫ് സെറ്റ് അടിച്ചിട്ട് ഞാൻ ചെയ്യുന്ന രീതി ഒരു 200 ഓഫ് സെറ്റ് കൊടുക്കും. ഓക്കെ. അതിനുശേഷം അതായത് ഈ ഭാഗം മുറ്റായിരിക്കും. ഇപ്പുറത്തോട്ട് വരുമ്പോൾ നമുക്ക് പിന്നെ ഒരു ഗ്രാസ് ഏരിയ എന്തെങ്കിലും സെറ്റ് ചെയ്യാനാണ്. അപ്പോൾ ഇങ്ങനെ കൊടുത്തതിന് ശേഷം വീണ്ടും ഓഫ് സെറ്റ് കൊടുത്തിട്ട് ഒരു 10 സെൻറ്റിമീറ്റർ ഓഫ് സെറ്റ് അടിക്കും. അതിനെ ത്രിബിൾ ക്ലിക്ക് ചെയ്ത് ഗ്രൂപ്പ് ചെയ്യും. കൺട്രോൾ G അടിച്ചിട്ട് ഞാൻ അസൈൻ ചെയ്ത് വെച്ചിട്ടാണ് അതിനവിടെ ഗ്രൂപ്പ് ചെയ്യും. പിന്നെ നമ്മൾ മെയിൻ മുറ്റും ഗ്രൂപ്പ് ചെയ്യുക. ഈ ഒരു ഏരിയയും ഗ്രൂപ്പ് ചെയ്യുക. ഈ ഒരു ഏരിയ ഞാൻ ഇതിവിടെ കണക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ. അപ്പം ഇങ്ങനെയാണ് വരുന്നത്. അതായത് ഇത് നമ്മളെ മുറ്റം, ഇത് നമ്മളെ മുറ്റും ഗ്രാസും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു ഏരിയയാണ്. അവിടെ നമ്മളൊരു 10 സെൻറ്റിമീറ്റർ ഹൈറ്റിൽ ഒരു കല്ല് വെച്ചിട്ട് എന്തെങ്കിലും ഡിസൈൻ ചെയ്യുന്ന പോലെ, അതായത് ഞാൻ കാണിച്ചു തരാം. ഓക്കെ. എങ്ങനെയാണ് വരിക? ഇത് ഈ റെഡ് വരുന്നിടത്ത് നമ്മളെ മുറ്റം വരും, ഈ ഗ്രീൻ വരുന്നിടത്ത് ഗ്രാസ് വരും. ഇത് പിന്നെ ഒരു വാള് പോലെ, അതല്ലെങ്കിൽ എന്താ പറയുക സെപ്പറേഷന് വേണ്ടിയിട്ട് ചെയ്യുന്നത്. നമ്മൾ ഇൻ്റർലോക്ക് ചെയ്യുമ്പോൾ സൈഡിൽ ഇങ്ങനെ ഇഷ്ടിക വെച്ച് കെട്ടില്ല, ആ ഒരു സംഭവത്തിന് വേണ്ടിയിട്ട്. ഓക്കെ. ഇനി ഗ്രാസ് കൊടുത്തതിലോട്ട് നമുക്ക് ടെക്സ്ചർ ലോഡ് ചെയ്യാം. ടെക്സ്ചർ ലോഡ് ചെയ്യാനായിട്ട് നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുള്ള ഗ്രാസിൻ്റെ ടെക്സ്ചർ കാര്യങ്ങളാണ് ഞാൻ ലോഡ് ചെയ്യുന്നത്. ഒരുപാട് ഗൂഗിളിൽ നമുക്ക് അവൈലബിൾ ആണ്. അതല്ലെങ്കിൽ ഒരുപാട് സൈറ്റുകൾ നമുക്ക് സാധനം കിട്ടും. അതിൻ്റെ സൈസ് ഒരു 1000 ആക്കി കൊടുത്തിട്ടുണ്ട് ഞാൻ. ഇനിയിപ്പോൾ ഇൻ്റർലോക്കിൻ്റെ ഈ ഒരു ഏരിയയിലും ഞാൻ ടെക്സ്ചർ ലോഡ് ചെയ്യുന്നുണ്ട്.
ഞാൻ തൽക്കാലം ഈ ഒരു ടെക്സ്ചറാണ് കൊടുക്കുന്നത്. അതിൻ്റെ സൈസ് നമുക്ക് ഈ ഒരു രീതിയിലാക്കിയിട്ടുണ്ട്. അതിൻ്റെ സൈസ് നമുക്ക് ആക്ച്വലി പിന്നെ ഈ ഫ്രണ്ടിലോട്ടുള്ള ഏരിയ ഒരു ഇത്രയും ഏരിയ വഴിയായിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ഒരു സംഭവം ഒന്ന് ഹൈഡ് ചെയ്യുന്നുണ്ട് ഞാൻ, ഈ ഒരു പാർട്ടീഷൻ കൊടുത്തത്. അതിന് ശേഷം ഇവിടെ വരിക, ഈ സിറ്റ് ഔട്ടിൻ്റെ ഫ്രണ്ട് ഭാഗത്തായിട്ട് ഒരു ലൈൻ വരച്ചെടുക്കുക. അതിന് ശേഷം ഇങ്ങോട്ടേക്ക് ഒരു 300 കൊടുക്കുക, ഒരു 400, ഒരു 400 ഇങ്ങോട്ടേക്കും അതിൻ്റെ ഒരു കോപ്പി ഇങ്ങോട്ടേക്കും കൊടുക്കുക. അതിനുശേഷം അത് ഡിലീറ്റ് ആയി കളയുക സെൻറ്റർ ഭാഗം. ഇവിടുന്ന് ഇങ്ങനെ ഇങ്ങോട്ടേക്ക് ലൈൻ വരച്ചെടുക്കുക. ഇതൊക്കെ ആക്ച്വലി നമുക്ക് ക്ലയൻറ്റിൻ്റെ പ്ലോട്ട് അനുസരിച്ചിട്ടാണ് വരിക. എനിവേ നമ്മൾ ഇപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, അതിന് ശേഷം ഈ ഗ്രാസിൻ്റെ 2 ലൈന് പിക്ക് ചെയ്തിട്ട് ഇങ്ങോട്ടേക്ക് വെക്കുക. ഈ ഒരു ലൈന് കുറച്ചും കൂടി സ്പേസ് കൊടുക്കുക നമുക്ക് കോമ്പൗണ്ട് വാൾ തരാൻ വേണ്ടിയിട്ട്. ആ ഒരു രീതിയിൽ കൊടുത്ത് നമ്മൾ ഹൈഡ് ചെയ്തിട്ടുള്ള ആ സാധനം അൺഹൈഡ് ചെയ്യുക. അതിനിവിടെ വന്നിട്ട് ലൈന് വരയ്ക്കുക, ഇവിടെയും ലൈന് വരയ്ക്കുക, കട്ട് ചെയ്യുക. ഈ ലൈന് പിടിച്ചിട്ട് ഒരു 10 സെൻറ്റിമീറ്റർ ഇങ്ങോട്ട് വെക്കുക. പി അടിച്ച് പുഷ് പുൾ എടുക്കുക, നേരെ ബാക്കിലോട്ട് മൂവ് ചെയ്ത് വെക്കുക. ഇവിടെ പി അടിക്കുക, ലൈൻ അടിക്കുക, 10 മൂവ് ചെയ്ത് വെച്ചിട്ട് പി അടിച്ച് ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് അങ്ങോട്ട് വരും. ഈ ഒരു രീതിയിലാണ് നമ്മളവിടെ സെറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇങ്ങനെയാണ് ഉണ്ടാവുക. സേവ് അടിക്കുന്നത്. കോമ്പൗണ്ട് വാൾ സെറ്റ് ചെയ്യാൻ ഞാൻ ചെയ്യുന്ന നമുക്ക് ഏറ്റവും എളുപ്പത്തിലുള്ള വഴി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈൻ ടൂൾ എടുക്കുക. 3 ഇവിടെ ഈ ഒരു ബൗണ്ടറി ലൈന് മാർക്ക് ചെയ്ത് കൊടുക്കുക. അങ്ങനെ സെലക്ട് ചെയ്ത് മാർക്ക് ചെയ്യുക പെൻ ടൂൾ എടുത്തിട്ട്. അതിന് ശേഷം ഒരു 1.5 മീറ്റർ മുകളിലോട്ട് ലൈൻ വരയ്ക്കുക. ഉള്ളിലോട്ട് ഒരു 20 മാർക്ക് ചെയ്യുക, താഴോട്ടേക്ക് മാർക്ക് ചെയ്യുക. അതിനുശേഷം അതെല്ലാം കൂടി സെലക്ട് ചെയ്ത് കൺട്രോൾ ഐസൊലേറ്റ് ചെയ്തിട്ട് നമ്മൾ ഈ വരച്ചിട്ടുള്ള ഈ ഒരു റെക്റ്റാങ്കിളിനെ അൺസെലക്ട് ചെയ്യുക. ടൂൾസിൽ വന്നിട്ട് ഫോളോ മീ അടിക്കുക. അതപ്പോൾ ഒരു വാളായിട്ട് ഇവിടെ വരും. ഓക്കെ, ഇങ്ങനെയാണ് ഞാൻ വാള് കാര്യങ്ങൾ കൊടുക്കുന്നത്. വാളിന് ഞാൻ സെപ്പറേറ്റ് കോമ്പൗണ്ട് വാൾ കൊടുക്കുന്നത്. സെപ്പറേറ്റ് കളർ കൊടുത്തിട്ട് അതിനകത്തൊരു കോൺക്രീറ്റിൻ്റെ ടെക്സ്ചർ ലോഡ് ചെയ്യാണ്. നമ്മളെ ഇഷ്ടത്തിന് നമ്മളെ വീടിൻ്റെ തീമിനൊക്കെ ബേസ് ചെയ്തിട്ട് കൊടുക്കാവുന്നതേ ഉള്ളൂ. ഞാനിതൊന്ന് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ കളറ് ജസ്റ്റ് ഒന്ന് ഈ ഒരു കളറിലോട്ട് മാറ്റിയിട്ടുണ്ട് ഇതിനെ. അതിനുശേഷം നമുക്ക് കുറച്ച് മരങ്ങൾ കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക. സംശയങ്ങളും കാര്യങ്ങളൊക്കെ കമൻ്റ് ആയിട്ട് എഴുതി ചോദിക്കുക, നമ്മൾ റിപ്ലൈ തരുന്നതായിരിക്കും. പിന്നെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത പാർട്ടായിട്ട് വീണ്ടും കാണാം.